ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം ഒരു സമൂഹത്തെ. എന്തോ എങ്ങനെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. സംഘപരിവാർ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ, ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാരനെ വിളിക്കുന്ന ഒരു നികൃഷ്ടവാചകം ആവർത്തിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം അസഭ്യമാണ്. ആ സൈബർ സ്പേസിലെ മര്യാദഘട്ട കൂട്ടങ്ങൾ പറയുന്നതിനപ്പുറം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാത്ത അൺപാർലമെന്ററി വാക്കാണ്. ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരികെട്ട് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോൽപ്പന്നമാണ് ആ വാക്കെന്ന് ഏതോ സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ടീച്ചർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അധോഗമനം പൂതലിച്ച തെറിവാക്കിനേക്കാൾ റിഗ്രസീവായ ഒരു ചോദ്യം 4-3-7 പേര് കൂടി ആ വേദിയിൽ ചോദിക്കുന്നുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി. ഗോത്ര സംസ്കൃതി അതാണോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്? ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസര ഉണ്ടാക്കണം, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം. നിങ്ങളത് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത്, ആ ഒരു ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയടാ എന്നുള്ള സാധനമാണ്. ഞാൻ റാപ്പും ചെയ്യും, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഗസലൊക്കെ പാടിയാനെ. പട്ടികജാതിക്കാർ തമ്മിൽ പുലബന്ധമില്ല എന്ന് പറയും. ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ? ഈ കാലത്ത് ചോദിച്ചുകൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ്. ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാർഷ്ട്യമാണ് ടീച്ചറെ. അത് ചാതുർവർണ്യത്തിന്റെ ഭാഷയാണ്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. 5 ഗ്രാം കേസിൽ അകത്തിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എലിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകും മട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദഘട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻ വേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല. പ്രത്യയശാസ്ത്ര ചുടിച്ചിൽ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട്. അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.